ആണ്. അപ്പോൾ ഇന്ന് ഹരിച്ചേട്ടൻ പോയിട്ട് ഉച്ചയായപ്പോഴേക്കും വന്നു. ഹാഫ് ഡേ ആയിരുന്നു. നമ്മളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മളിതാ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു നല്ല അടിപൊളി മന്തി ഷോപ്പാണ് നെഹദി മന്തി എന്ന് പറയുന്ന ഷോപ്പ്. സോ വി ആർ ഗോയിങ് ദെയർ ടു ഹാവ് മന്തി. ആൻഡ് ഞങ്ങളെല്ലാവരും ഇന്നൊരു ഡ്രസ് കോഡാണ് കേട്ടോ ഗൈസ്. ലൈക്ക് ക്രീം വൈറ്റ് ആ ഒരു തീമിലാണ് ഞങ്ങളെല്ലാവരും ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. സോ അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആൻഡ് I'm hungry, so let's go eat. Yay! Vasu, yay! Guys, ഇത് അൽക്കൂർ സൂക്കാണ്. ആക്റ്റീവായി വരുന്നതേ ഉള്ളൂ ഈ സൂക്കിൻ്റെ അടുത്താണ് നെഹദി മന്തി എന്ന് പറയുന്ന ഷോപ്പ് where we are going to go. ഇതാണ് നെഹദി മന്തി ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ. ആൻഡ് 10 on 10 ആണ് ഗൈസ്. ഇൻ ഓൾ പെർസ്പെക്റ്റീവ് ഫുഡായാലും ആംബിയൻസ് ആയാലും സർവീസ് ആയാലും എല്ലാം അടിപൊളിയാണ്. ഖത്തറിൽ മാത്രമല്ല ഒമാനിലും ദുബായിലും ഉണ്ട്. ഞാൻ നോക്കിയായിരുന്നു. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. So we are going to eat food. Let's go. നമ്മൾ കടയുടെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇങ്ങനെ ഒരുപാട് ഫിഷസൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ചൂസ് ചെയ്യാം ഗ്രിൽ ചെയ്യാനായിട്ടുള്ളത്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡിനായിട്ടുള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചത് ചിക്കൻ പെരി പെരി ചിക്കനായിരുന്നു. അത് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കനായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചത് ചിക്കൻ മത്ഫൂണാണ്. ആൻഡ് ഇതൊന്നുമല്ല ഗൈസ്, ഹൈലൈറ്റ് ഐറ്റം ഈ ഇരിക്കുന്ന ബീഫ് മന്തിയാണ്. ബീഫ് നോക്കൂ, ജസ്റ്റ് തൊട്ടാൽ മതി ഇങ്ങനെ വിട്ടുപോരും അത്ര. നെക്സ്റ്റ് ഐറ്റം ഈ കാണുന്ന ഫിഷ് ഗ്രില്ലായിരുന്നു. നമ്മൾ വാങ്ങിച്ചത് വൈറ്റ് സ്നാപ്പർ എന്ന് പറയുന്ന ഒരു ഫിഷായിരുന്നു. ആൻഡ് നമ്മൾ 2 മസാലാസാണ് 2 സൈഡിലും ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഗ്രീൻ ചില്ലി ആൻഡ് മറ്റേത് റെഡ് ആയിരുന്നു. അത് രണ്ടും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വയറും മനസ്സും നിറഞ്ഞു. യെസ് ഗായ്സ്, അങ്ങനെ ഞാനും ചേട്ടനും ചേച്ചിയും വസുവും അനീഷും കൂടി ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ആൻഡ് ഒന്നും പറയാനില്ല ഗായ്സ്, ഫുഡ് 10 on 10 എന്ന് പറയണം. നമ്മൾ റൈസ് എടുത്തു, ബീഫ് നല്ല സ്ലോ കുക്ക്ഡ് ബീഫായിരുന്നു. ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നെ, ലൈക്ക് തൊട്ടാൽ പൊട്ടും എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു. ആൻഡ് ചിക്കൻ അടിപൊളിയായിരുന്നു, പെരി പെരി ചിക്കൻ ആൻഡ് ഫിഷ് എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെൽ കുക്ക്ഡ് ആൻഡ് നല്ല ഫ്ലേവർ ഉണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. സോ ഡെഫിനറ്റ്ലി ട്രൈ ഗായ്സ് ഖത്തറിൽ വരാണെങ്കിൽ. ആൻഡ് ഐ തിങ്ക് അവർക്ക് ഒമാനിൽ ഔട്ട്ലെറ്റ് ഉണ്ടെന്ന്, ബട്ട് ഞങ്ങൾ പോയിട്ടില്ല. ആൻഡ് ദുബായിലും എനിക്കറിയില്ല, ഞാൻ പോകുമ്പോൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫുഡ് വാസ് അടിപൊളി, വയറ് നിറഞ്ഞു, മനസ്സ് നിറഞ്ഞു, സൂപ്പർ സ്റ്റാർട്ട് ഫോർ ദ ഡേ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. How was the food? How was the food? 10 on 10 പറയൂ. വരൂ, അമ്മയുടെ അടുത്ത് വരൂ. കയറൂ. ഫുഡ് വാസ് 10 on 10 പറയൂ. 10 on 10. യെസ് ഗായ്സ്, അങ്ങനെ വയറ് നിറയെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്കുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. അടുത്ത് നമ്മൾ പോകാൻ പോകുന്നത് ഖത്തറിലെ വെരി ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ്. ഞാൻ ഖത്തറിലേക്ക് വരുന്നതിന് മുമ്പും ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. യെസ്, ഖത്താറ കൾച്ചറൽ വില്ലേജ്. ഖത്താറ എന്നുള്ളൊരു പേര് ഡിറൈവ് ചെയ്തിരിക്കുന്നത് ഖറ്റാറ എന്നുള്ളൊരു വേർഡിൽ നിന്നാണ്. ആ വേർഡ് യൂസ് ചെയ്യുന്നത് ഒരുപാട് നാൾക്ക് മുമ്പ്, അതായത് 150 CE കാലഘട്ടങ്ങളിൽ ഖത്തർ പെനിൻസുലേനെ മാപ്പിൽ രേഖപ്പെടുത്താൻ ഉപയോഗിച്ചിരുന്ന പേരാണ്. ഖത്താറ കൾച്ചറൽ വില്ലേജ് ഒഫീഷ്യലി ഓപ്പൺ ചെയ്തിരിക്കുന്നത് 2010 ഡ്യൂറിങ് ദ ദോഹ ട്രിബേക്ക ഫിലിം ഫെസ്റ്റിവൽ. ഇനി നമുക്ക് അല്പം വസു ബേബിയുടെ വ്ളോഗിങ് കാണാം. ക്യാമറ കുറച്ച് ഷേക്കാവലും ക്ലാരിറ്റി കുറവുണ്ടാവും, നിങ്ങൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കാം. ഹലോ ഗൈസ്, ഇനി നമ്മള് ഭക്ഷണം കഴിച്ച് വന്നിട്ട് അമ്മിയുമുണ്ട്, പിന്നെ വസുമുണ്ട്, സുടുമായുമുണ്ട്. ഹായ് അമ്മ, ഇങ്ങോട്ട് നോക്കൂ.
നമ്മൾ പോയ സമയത്ത് അവിടെ എന്തോ ഒരു അപ്കമിങ് ഈവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. എന്താണ് ഈവൻ്റ് എന്ന് അറിയില്ല. അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരുപാട് കുതിരകളും പോണീസും ഒക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാനും വസുബേബിക്ക് എൻ്റെ അടുത്ത് വരെയൊക്കെ ഒന്ന് പോയി. കയറാനായിട്ട് വസുബേബിക്കും പേടിയായതുകൊണ്ട് എനിക്കും പേടിയായതുകൊണ്ട് ഞങ്ങൾ കയറിയൊന്നുമില്ല. അവിടെ കുറച്ച് നേരം ഓടിയൊക്കെ കളിച്ചു. ഖത്താറ ഒരു കൾച്ചറൽ ആൻഡ് കമേഴ്ഷ്യൽ കോംപ്ലക്സ് ആണ് ദോഹയിൽ. ആൻഡ് അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് വെസ്റ്റ് ബേയും പേൾ ഖത്തറിൻ്റെയും നടുക്കായിട്ടാണ്. ആംപി തിയേറ്റർ, ദ മോസ്റ്റ് ഐക്കോണിക് ലാൻഡ്മാർക്ക് ഓഫ് ഖത്താറ കൾച്ചറൽ വില്ലേജ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഒരു ബ്ലെൻഡിങ് ഓഫ് ക്ലാസിക്കൽ ഗ്രീക്ക് ആർക്കിടെക്ചർ ആൻഡ് ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ആണ്. ഇതിൻ്റെ സൈസ് അറൌണ്ട് 3275 സ്ക്വയർ മീറ്ററും അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഏകദേശം 5000 പീപ്പിളെയാണ്. This amphitheater is not just a performance venue but also a symbol of Qatar's cultural vision. ആംപി തിയേറ്ററിൻ്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് നമുക്ക് സീ കാണാനായിട്ട് പറ്റും. ആൻഡ് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ടു സീ ദ സീ ഫ്രം സച്ച് എ ടോപ്പ് വ്യൂ. ഇവിടെ ഞങ്ങൾ പോയ സമയത്ത് ഒരുപാട് ഫോറിനേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോഷൂട്ട്സും റീൽസൊക്കെ ആയിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പോലും എന്തെടുക്കണം എന്നൊക്കെ അറിയാണ്ട് ഇങ്ങനെ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു. കാര്യം എവിടെ നോക്കിയാലും നമുക്ക് ഭംഗിയുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. ഈ കൾച്ചറൽ വില്ലേജിൻ്റെ മെയിൻ ഹൈലൈറ്റ്സ് ആംപി തിയേറ്റർ, ഒപ്പറ ഹൗസ്, ആർട്ട് ഗാലറി, വർക്ക് ഷോപ്സ് ആൻഡ് മോസ്ക് ആണ്. ഈ കാണുന്നത് കൾച്ചറൽ വില്ലേജിൻ്റെ അകത്തുള്ള ഒരു ഖത്തർ മ്യൂസിയമാണ്. മ്യൂസിയത്തിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും അധികം ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കാര്യം എനിക്കറിയില്ല വീഡിയോ അങ്ങനെ എടുക്കാവോ എന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബിറ്റ്സ് ആൻഡ് ക്ലിപ്സ് ഇവിടെ ആഡ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മളൊരു ആർട്ട് ഗാലറി പോയായിരുന്നു. അത് കണ്ട് ഇറങ്ങുമ്പോഴേക്കും നമ്മളവിടെ ഖത്തർ ഫോട്ടോഗ്രാഫി സെൻറ്റർ കണ്ടു. അതിൻ്റെ അകത്തും കയറി നമ്മൾ ഒരുപാട് ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുള്ള നല്ല നല്ല ഫോട്ടോസൊക്കെ കണ്ടു. ഇതെല്ലാം ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഖത്തർ വില്ലേജിൽ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇതെല്ലാം ഒന്ന് കയറി കാണേണ്ടത് തന്നെയാണ്. സൂഖ് വക്കീഫിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഖത്താറ കൾച്ചറൽ വില്ലേജും ഏക്കർ കണക്കിന് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരറ്റത്തുനിന്ന് നമ്മൾ കാഴ്ചകൾ കാണാൻ തുടങ്ങിയാൽ അപ്പുറത്തെ അറ്റത്തെത്തുമ്പോഴേക്കും ഒത്തിരി ഭംഗിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഈവനിങ് ആയപ്പോഴേക്കും തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല തണുത്ത കാറ്റും. അതേപോലെ തന്നെ സ്ട്രീറ്റ്സൊക്കെ ലൈറ്റപ്പ് ചെയ്ത് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻസൊക്കെ ശരിക്കും ഫോറിൻ കൺട്രിയിൽ കാണുന്ന പോലത്തെ ഉള്ള ബിൽഡിങ്സൊക്കെ ആയിരുന്നു. ശരിക്കും ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തായിരുന്നു ആ ഒരു ഈവനിങ് ഖത്താറ കൾച്ചറൽ വില്ലേജിൽ. ഈ കൾച്ചറൽ വില്ലേജിൽ ഒരു വൈഡ് വെറൈറ്റീസ് ഓഫ് എക്സിബിഷൻസ്, ഫെസ്റ്റിവൽസ്, ഈവൻറ്റ്സ്, വർക്ക്ഷോപ്സ്, കോൺസേർട്ട് ആൻഡ് റിലീജിയസ് ആക്ടിവിറ്റീസ് ഹോസ്റ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾ പോകുന്ന സമയത്ത് ലക്കി ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഈവൻറ്റോ ഫെസ്റ്റിവൽസോ ഒക്കെ കാണാനായിട്ട് പറ്റും. നമ്മൾ പോയ സമയത്ത് ഈവൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോയി 1-2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സോ അൺഫോർച്യുനേറ്റ്ലി നമുക്കൊന്നും കാണാൻ പറ്റിയില്ലായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ ഡെഫിനറ്റ്ലി കാണാൻ പറ്റട്ടെ. അവിടെ നിന്ന് പാർക്കിങ്ങിൽ നിന്ന് നമ്മൾ കുറച്ചൊക്കെ മേലെ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ നിന്നൊരു ഏരിയൽ വ്യൂ തന്നെ കാണാൻ പറ്റും. വൺ സൈഡ് വെസ്റ്റ് ബേയും ഓൺ ദ അതർ സൈഡ് പേൾ ഖത്തറും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖത്താറ കൾച്ചറൽ വില്ലേജ് ഇസ് ലൊക്കേറ്റഡ് ബിറ്റ്വീൻ ദ വെസ്റ്റ് ബേ ആൻഡ് പേൾ ഖത്തർ. അപ്പോൾ മേലിൽ നിന്ന് നമുക്ക് നല്ലൊരു ഏരിയൽ ഷോട്ട് കിട്ടും. അതിലേക്ക് പോകുന്ന വഴിക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറേ കോഴികളെയും ആട്ടുംകുട്ടികളെയൊക്കെ അവിടെ കൂട്ടിലിട്ടേക്കുന്നതായിട്ട് കണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഖത്താറ വില്ലേജിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്ന വഴിക്കാണ് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടവർ കാണുന്നത്. ഈ ടവറിൻ്റെ പേരാണ് അസ്പയർ ടവർ അല്ലെങ്കിൽ ദ ടോർച്ച് ദോഹ. ഇതൊരു ലക്ഷറിയസ് ഹോട്ടൽ ആൻഡ് മൾട്ടിപർപ്പസ് ടവർ ആണ് ആൻഡ് ഓൾസോ ദ സെക്കൻഡ് ടോളസ്റ്റ് സ്ട്രക്ചർ ആൻഡ് ബിൽഡിംഗ് ഇൻ ദോഹ.
യെസ് ഗായ്സ്, നമ്മുടെ അടുത്ത ലൊക്കേഷൻ ഒരു മോളാണ്. ഈ മോളുടെ പേരാണ് ദ വില്ലാജിയോ മോൾ. ദിസ് ഈസ് എ പ്രീമിയർ ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ലൊക്കേറ്റഡ് ഇൻ ആസ്പയർ സോൺ ഇൻ ദ വെസ്റ്റ് എൻഡ് ഓഫ് ദോഹ. മോളിൻ്റെ പ്രത്യേകത തന്നെ ഇതിൻ്റെ യുണീക്ക് സീലിംഗ് ആണ് ഒരു മേജർ അട്രാക്ഷൻ. നമ്മൾ മേലേക്ക് നോക്കുമ്പോഴേക്കും നമ്മൾ ശരിക്കും മേഘങ്ങൾ കാണുന്ന പോലെയാണ് നമുക്ക് തോന്നുക. അതായത് നമ്മൾ ശരിക്കും സ്കൈ അല്ല കാണുന്നത്, ആ മോളിൻ്റെ അകത്തൊരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ഓഫ് ആൻ ഓപ്പൺ സ്കൈ ഇൻസൈഡ് ദ മോൾ. ഈ മോളിൻ്റെ അകത്ത് അറൗണ്ട് 200 സ്റ്റോഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് എല്ലാ ഫേമസ് ആയിട്ടുള്ള US, UK, ഇറ്റാലിയൻ ആൻഡ് ജർമ്മനി ബ്രാൻഡ്സ്. നമ്മൾ ജസ്റ്റ് വിൻഡോ ഷോപ്പിങ്ങേ ചെയ്തുള്ളായിരുന്നു. പിന്നെ ഏതോ ഒരു കടയിൽ കയറി ഞങ്ങൾ കുറച്ച് ലക്കിലൊടുക്ക് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിവിടെ നിന്ന് മാക്ഡിന്ന് കോഫിയും കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചിട്ടാണ് ബാക്കിയുള്ള ഷോപ്പിംഗ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയത്. ഈ മോളിൻ്റെ കൺസ്ട്രക്ഷൻ ഇൻസ്പയർഡ് ബൈ ആൻ ഇറ്റാലിയൻ തീം ഓഫ് എ വെനീസ് വില്ലേജ് ആണ്. ഇതിൻ്റെ നടുക്ക് കൂടി നടക്കുമ്പോൾ തന്നെ ശരിക്കും നമുക്കൊരു ഫോറിൻ കൺട്രിയിൽ ഒരു സ്ട്രീറ്റിൽ കൂടി പോകുന്നതായിട്ടേ തോന്നത്തുള്ളൂ. താഴെയാണ് ഷോപ്സൊക്കെ വരുന്നത്, മേലെ വിൻഡോസും ബാൽക്കണിയും ഫ്ലവേഴ്സൊക്കെ വെച്ച് ശരിക്കും നമ്മളൊരു സ്ട്രീറ്റിൽ കൂടി നടന്ന് ഷോപ്പ് ചെയ്യുന്ന പോലെ തോന്നുള്ളൂ. എനിക്ക് ഫീൽ ചെയ്തത് ആ ഓപ്പൺ സ്കൈയും ഇങ്ങനത്തെ ഒരു സ്ട്രക്ചറും കൂടി ആകുമ്പോൾ ശരിക്കും നമുക്കൊരു പുറത്തൊരു സ്ട്രീറ്റിൽ നമ്മൾ എങ്ങനെയാണോ നടക്കുന്നത് അതേ ഒരു ഫീലിംഗ് ആണ് തരുന്നത്. ഈ മോളിൻ്റെ അടുത്ത ടോപ്പ് ഐ ക്യാച്ചിങ് അട്രാക്ഷനാണ് ഈ കാണുന്ന 150 മീറ്ററുള്ളൊരു ലോങ് ഇൻഡോർ കനാൽ. എന്ത് തന്നെ വളരെയധികം സർപ്രൈസ് ചെയ്തായിരുന്നു ഈ മോളിൻ്റെ അകത്തുള്ള ഈ ഒരു വലിയ കനാൽ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ ബോട്ടിൽ നമുക്ക് റൈഡ് പോകാം. ഈ ഒരു എൻഡ് തൊട്ട് ആ ഒരു എൻഡ് വരെ നമ്മളൊരു 1 റൗണ്ട് അവർ കൊണ്ടുപോകും. ആൻഡ് അതിനൊരു ചെറിയ ഫീ പേ ചെയ്യണം. ഞാനും അനീഷും വസു ബേബിയും കൂടിയാണ് കയറിയത് റൈഡ് പോകാനായിട്ട്. സ്നേഹ ചേച്ചിയും ഹരിച്ചേട്ടനും വന്നില്ലായിരുന്നു. പക്ഷെ ശരിക്കും നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ വെനീസിനൊക്കെ സിറ്റിയിൽ ഇങ്ങനെ ഒരു ടൂർ പോലെ അതേപോലത്തെ ഒരു ചെറിയൊരു മിനി വേർഷൻ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ദുബായിലും ഒമാനിലൊക്കെ ഒരുപാട് മോളുകളിൽ പോയിട്ടുണ്ടെങ്കിലും ഈ മോള് ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ മോളൊക്കെ ചുറ്റിക്കറങ്ങി കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്നത്തെ ഔട്ടിംഗ് ഒക്കെ അവസാനിപ്പിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവായിരുന്നു. എല്ലാവരും സൂപ്പർ ടയേർഡായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഖത്തറിൽ വരുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചത്. നഹദി മന്തി മസ്റ്റ് ട്രൈ ആണ്. ഖത്താറി വില്ലേജും മോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.